കെയർ ഫൗണ്ടേഷനും നാംകോസും ചേർന്നിട്ടുമുണ്ട് ഏറ്റവും നമുക്കിന്ന് നാട്ടിന് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഗീതത്തിൻ്റെയും ഡാൻസിൻ്റെയും ഒരു മെഗാ പ്രോഗ്രാമാണ് കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് പദ്ധതിക്ക് പണം സ്വരൂപിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതം നൽകാനുള്ള ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇത്. തീർച്ചയായിട്ടും ഇത് എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു പദ്ധതിയാണ് ഇവർ രൂപം കൊടുത്തിട്ടുള്ളത്. ഏകദേശം 500ഓളം കുടുംബങ്ങളെ സ്ഥായിയായ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. പ്രഗത്ഭയായിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ശോഭനേനെ അറിയാത്ത ഒരാളും കേരളത്തിലുണ്ടാവാൻ സാധ്യതയില്ല. അത്രയും പ്രഗത്ഭയായിട്ടുള്ളൊരു നടിയും ഡാൻസറുമാണ് അവർ. ഒന്ന് അവരെയാണ്, മറ്റൊന്ന് സ്റ്റീഫൻ ദേവസിയെ. ഇവരെ 2 പേരുടെ നൽകാവുന്ന ഏറ്റവും നല്ല പരിപാടി. അതെന്തിനു വേണ്ടി നടത്തുന്നു? ഇതിന് പണം സ്വരൂപിക്കാൻ വേണ്ടി, മറ്റൊന്നിനും ഉപയോഗപ്പെടുത്താനല്ല. കൃത്യമായിട്ടുള്ള ഇതിന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ആ പണത്തിന് ഒരു പരിപാടി കാണുക എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയ വിഭാഗം ആളുകളെ സഹായിക്കാനുള്ള ഒരു സംഭാവന കൂടിയായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായി തീരും. ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിട്ടുള്ള പ്രവർത്തനമായിട്ട് ഇത് ഉയർന്നു വരട്ടെ. എനിക്കും തോന്നിയത് ഇത് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പോൾ എൻ്റെ അടുത്തുള്ളവർക്കാണെങ്കിലും മുട്ട കൊടുക്കാനും, അപ്പോൾ അവരെല്ലാവരും കടകളിൽ പോയിട്ടാണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ചോളൂ. അപ്പം നമുക്കൊരു അതിൽ നിന്നൊരു കിട്ടുന്നൊരു വരുമാനം അപ്പം നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും.